എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാ. കൈ കൊണ്ട് തൊടൂല ഞാൻ. ഇതിന്റെ ABCD അറിയാൻ മേലാത്തവരൊക്കെ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് a minute. ഹലോ ഡിയർ. All it's in the bad boy. I'm a bad boy. I'm a road boy. I'm a road boy. I'm a road boy. All it's in the bad boy. ആരെ വൈഫായിരുന്നു? ചയ്യേ വൈഫിനോട് ആരെങ്കിലും ഇത്ര നേരം സംസാരിക്കൂ? ഇത് നമ്മുടെ പുതിയ ഓൺലൈൻ ഫ്രണ്ടാ. 21 ഫീമെയിൽ ട്രിച്ചൂർ. രാത്രി ഇനിയും പിടിക്കും. ഒരുപാട് പ്രത്യേകതയുള്ള ആളാ ഓനച്ചൻ. നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു പ്രത്യേക രസം. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? അതെന്താ അശോകൻ ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? അല്ല, ഞാൻ ആ വഴിക്ക് അങ്ങനെ. എന്താ താല്പര്യം ഇല്ലേ? അതല്ല, ഞാൻ ആ വഴിക്ക് അങ്ങനെ. ആ വഴിക്ക് ഈ വഴിക്കൊക്കെ നിക്കട്ടെ. താല്പര്യം ഉണ്ടോ? എന്റെ അശോക, ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ തയ്യാറുള്ള ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. അവർക്ക് എന്താ വേണ്ടത്? പണം. അത് തൻ്റെ ഉണ്ട്. പിന്നെന്താ? അശോക, മാറുന്ന കാലത്തിനൊക്കെ നമ്മളും മാറണം. ഇല്ലേ പഴഞ്ചനായി പോവും, പെട്ടെന്ന് വയസ്സായി പോവും. ആ ഓ ആ ശരി 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 വെച്ചോ വെച്ചോ വെച്ചോ. വൈഫാ, അത് ഇത്രയും മതി. ഹലോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അശോകൻ സാർ അല്ലേ? അതെ. സർ, ഞാൻ രൂപ. എത്ര രൂപ? അല്ല സർ, എന്റെ പേര് രൂപന്നാ. ഓ അങ്ങനെ. നിങ്ങൾ പറഞ്ഞോ, എന്താ രൂപേ? സർ, ഞാൻ ഹോങ്കോങ് റിലീജിയർ ഇൻഷുറൻസ് കമ്പനിയിലെ ഇൻഷുറൻസ് അഡ്വൈസറാ. ഓ, ഇൻഷുറൻസാ? ഞാനിവിടെ ഒരു മീറ്റിംഗിലാണല്ലോ. സോറി സർ, എന്നാ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. ഈ ഇൻഷുറൻസ് കമ്പനികളെ കൊണ്ട് തോറ്റു. എത്ര പേരാ വിളിക്കുന്നത്? ദിവസവും 5ഉം 10ഉം കോളുകളാ വരുന്നത്. അതൊക്കെ എല്ലാവർക്കും വരുന്നതാ. ശല്യം എന്ന് പറയാൻ വരട്ടെ. വിളിച്ചത് ഹാർഡോ സോഫ്റ്റോ? എന്ത്? ആണാണോ പെണ്ണാണോ? ആ, പെണ്ണാ. കളഞ്ഞു. എൻ്റെ തന്നാ പോരായിരുന്നോ? ഞാൻ ഇത്തരം കോളുകളൊന്നും ഒഴിവാക്കാറില്ല. എന്ന് വെച്ച് ഞാൻ എല്ലാവർക്കും അങ്ങനെ പോളിസി കൊടുക്കാറൊന്നുമില്ല. തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ മറ്റോ വരുത്തിയിട്ട് കണ്ടാ കൊള്ളാമെങ്കിൽ ചൂണ്ടയിടും, കുറെ കാശങ്ങ് പൊട്ടിക്കും. അങ്ങനെ എത്ര എത്ര ഇൻഷുറൻസ് കാമുകമാരെ എനിക്ക് കിട്ടിയിരിക്കും. ഓ, ഒരിക്കലൊരു കോട്ടയക്കാരിയെ കിട്ടി. എന്തായിരുന്നു അവള്? 19 വയസ്സ്, ഗോതമ്പിന്റെ നിറം, വീണ തൻകുടം പോലെ നിതംബം, വീണുരുമുന്ന വേണി കദംബം. കുറെ അറുമതിച്ചു ഞങ്ങള്. പാസ്പോർട്ട് എടുപ്പിച്ച് സീഷെൽസിലും ബംഗാവിലും ഒക്കെ കൊണ്ടുപോയി. കെട്ടിപ്പോകുന്നത് വരെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അവള്. രൂപ, നല്ല പേര്. ഏതായാലും ആ നമ്പരൊന്ന് ഫീഡ് ചെയ്ത് വെച്ചോ. രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ, പ്രേമവതി മധുരാംഗി മാറിലെ ചൂടുതരൂ. രൂപവതി രുചിരാംഗി രോമാഞ്ചം ഇപ്പൊ വരും. ആ, ഗുഡ് മോർണിംഗ്. അവൾ എന്നെ കാണാൻ ഇപ്പൊ വരും. ആര്? ഇന്നലത്തെ ആ ഇൻഷുറൻസ് പെണ്ണ്. വരട്ടെ. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അത് മുട്ടി നോക്കാം. ശബ്ദം കേട്ടിട്ട് കൊള്ളാം. ശബ്ദം കേട്ട ആളെ ഇളക്കണ്ട.
ഞാൻ ചെന്നൈയിലായിരുന്നപ്പോ ബാങ്കിൽ ജോലിയുള്ള ഒരു പെണ്ണ് ശബ്ദത്തിൽ ഞാനങ്ങ് വീണു. പിന്നൊരു 6 മാസം ഫോണിൽ കൂടെ വളപ്പോട് വളപ്പ്. നേരി കണ്ടപ്പോ ഊരാൻ പെട്ട പാട്. കാണാൻ അത്ര കൊള്ളൂല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ടങ്ങ് നോക്ക് നോക്ക്. പ്രശ്നം എന്താന്ന് വെച്ചാ വീട്ടിൽ കയറ്റുന്നത് ശരിയാവില്ലല്ലോ. ഏയ് അവളോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അതെങ്ങനെയാടൂ? ഞാനിവിടെ ഇല്ലേ? അപ്പൊ നിങ്ങക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ തടസ്സമാവില്ലേ? എന്നാ പിന്നെ ഓനച്ചൻ ഇവിടുന്ന് മാറിക്കോ. എനിക്ക് പശുവിന് തീറ്റ കൊടുക്കണം. പശുവിന് തീറ്റ ഞാൻ കൊടുക്കാം. പെട്ടെന്ന് മാറിക്കോ. 12 മണിക്ക് അവിടേക്ക് എത്തും. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ കുളിപ്പിച്ച മാത്രം പോരാ, അതിന് തീറ്റയും കൊടുക്കണം. തനിക്കറിയാലോ, സുഭാഷ് പലേക്കറുടെ മാർഗനിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? വല്ല റെസ്റ്റോറന്റിലും വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല, സമയം പോകുന്നു. ഒരു കാര്യം ചെയ്യും, ആ ക്ലബ് ഹൗസിന് അപ്പുറത്തുള്ള പ്ലേ ഏരിയ ഇല്ലേ, അവിടെ ഇപ്പൊ ആരും കാണത്തില്ല. അങ്ങോട്ട് വരാം. മൂടിവെക്കപ്പെട്ട കാമമോഹങ്ങൾ തിളച്ചുയരുന്ന അടുത്ത ഘട്ടം ഇവിടെ തുടങ്ങും.